ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ് എടുത്തിട്ടുള്ളത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ യെല്ലോ കളറുള്ള ഒരു പ്ലാസ്റ്റിക് കവറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് വളരെ സിമ്പിളായിട്ട് കുറച്ച് പൂക്കൾ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കാം. ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കണം. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നീട് നമ്മൾ ഫ്ലവർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂലും എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ടാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളിത് ഇവിടെയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന നൂല് നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതെല്ലാം ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെ നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്ലവറും കൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം കെട്ടിക്കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈർക്കളിയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്തെടുത്ത ഫ്ലവറും നമുക്കിനി ഈർക്കളിയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാനുള്ളതാണ്. വളരെ സിമ്പിളായി പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറുകളിൽ നിന്നും ഒരുപാട് പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഈർക്കളിയിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കണം. അപ്പം നമുക്കത് ഓരോന്നായി ഈർക്കളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും ഈർക്കളിയിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമുക്ക് വീതി കുറഞ്ഞ പീസുകൾ കട്ട് ചെയ്തെടുക്കണം. അതാണ് നമ്മൾ ഫ്ലവറിൻ്റെ തണ്ടിലെല്ലാം ചുറ്റി കൊടുക്കുന്നത്. ഇതുപോലെ കുറേ പീസുകൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇപ്പം നമ്മൾ തണ്ടിൽ ചുറ്റിയെടുക്കാനുള്ളതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോന്നിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈർക്കളിയിലേക്കൊന്ന് ചുറ്റി കൊടുക്കണം. ഇതുപോലെ നമുക്കത് ഈർക്കളിയിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളിലും നമുക്കിതുപോലെ ചുറ്റി കൊടുക്കണം. നമ്മുടെ ചാനലിൽ പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഫ്ലവറിൻ്റെ നടുക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് വുളൻ ത്രെഡ് കട്ട് ചെയ്തതൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ അതൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളുടെ തണ്ടുകളിലും ഇതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കവർ ചുറ്റി കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പൂക്കൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.